നമുക്കൊരു കാര്യം സിംപ്ലി പറഞ്ഞു പോയാലോ, പരിഗണന അല്ലേ? എല്ലാവരും കേട്ടിട്ടുള്ളതാണ് പരിഗണന. പരിഗണിക്കപ്പെടുക വലിയ കാര്യമാണ് അല്ലേ? നമ്മളൊരു സ്ഥലത്ത് പോകുമ്പോൾ അവർ നമ്മളെ പരിഗണിക്കുകയാണ്. ഇവർ ഇരിക്കി, വെള്ളം കുടിക്കി, നമ്മളൊരു സംസാരിക്കി, പോണവരെ നമ്മളെങ്ങനെ കെയർ ചെയ്യണം, ടേക്ക് കെയർ ചെയ്യണം. ഈ ഒരു സംഭവം ഇഷ്ടമില്ലാത്തവരാരെങ്കിലും ഉണ്ടോ? എല്ലാവർക്കും ഇഷ്ടമാണ് അല്ലേ? അങ്ങനെ പരിഗണിക്കപ്പെടുന്ന സ്ഥലങ്ങളിൽ പോകാനാണ് മനുഷ്യരെല്ലാവരും ഇഷ്ടപ്പെടുന്നത് അല്ലേ? നമ്മൾ അവഗണിക്കുന്ന സ്ഥലത്തോട്ട് നമ്മൾ പോവില്ല. ചിലർ പ്രേമിക്കുന്നവർ മാത്രമേ അവോയ്ഡ് ചെയ്യുന്നതിനെ നോക്കി പോയിട്ട് എന്നൊന്ന് കേൾക്കുമോ എന്ന് പറഞ്ഞ് പാട്ട് പോലെ പോടിയിട്ട് പിന്നെയും ഒരു 2-3 വർഷങ്ങളൊക്കെ കഴിയുമ്പോഴാണ് തലയിലോട്ടൊന്ന് വെളിച്ചം പറഞ്ഞാൽ ആ വെളിച്ചം വരുമ്പോഴത്തേക്കും വിചാരിക്കും, പടച്ചോനെ എൻ്റെ 2 വർഷം പോയി അല്ലേ? ആ 2 വർഷം തിരിച്ചു കിട്ടുമോ? ഇല്ല. കാരണം പോയതൊന്നും ഒരിക്കലും തിരിച്ചു വരത്തില്ല. അതിൽ ഏറ്റവും വാല്യുബിൾ ആയിട്ട് നിലനിൽക്കുന്ന ഒന്നാണ് സമയം. സോ നമ്മളെ വേണ്ട എന്ന് പറയുന്നവരെ തിരിച്ചറിഞ്ഞുകൊണ്ട് നിനക്കെന്നെ വേണ്ടെങ്കിൽ എനിക്ക് നിന്നെ ഇന്നലെ വേണ്ട എന്നൊരു ആറ്റിറ്റ്യൂഡ് എടുത്തോളൂ. അതാണ് നല്ലത്. ഈ കാലഘട്ടത്തിൽ അത് അത്യാവശ്യം കൂടിയാണ് കേട്ടോ. നമുക്ക് നമ്മളെ സെൽഫ് റെസ്പെക്റ്റോടുകൂടി എണീറ്റിക്കാൻ പഠിക്കണം. നമ്മളുടെ ഇഷ്ടത്തിനും കൂടെ വാല്യൂ കൊടുത്തുകൊണ്ട് എല്ലാവരെയും കേൾക്കണം, സംസാരിക്കണം ഒക്കെ ചെയ്യണം. പക്ഷേ എല്ലാത്തിനും ഉപരി നമുക്കൊരു ഇഷ്ടമുണ്ട്, നമുക്കൊരു സ്ഥാനമുണ്ട്. അള്ളാഹു നമ്മളെ ഈ ഭൂമിയിൽ പറഞ്ഞു വിട്ടതിലൊരു കാര്യമുണ്ട് എന്ന ചിന്തയും കൂടെ ഉണ്ടാവട്ടെ അല്ലേ? സോ നമ്മൾ പരിഗണിക്കപ്പെടണം. എല്ലാ സ്ഥലങ്ങളിലും നമ്മളെ ആവശ്യമുള്ളവരെ മുമ്പിലൊക്കെ പോവുക അല്ലേ? ഒരു സ്ഥലത്ത് പോവുകയാണ്, നമ്മളെ അവരത്രയും ടേക്ക് കെയർ ചെയ്യണം. നമുക്ക് വീണ്ടും തോന്നും ഒരു പോസിറ്റീവ് എനർജി ആ സ്ഥലത്ത് വീണ്ടും പോവാം. അപ്പോൾ കാരണം എന്താ വെച്ചാൽ അവർ നമ്മളെ നന്നായിട്ട് നോക്കുന്നുണ്ട്, പരിഗണിക്കുന്നുണ്ട്. സോ നമുക്ക് അവരുടെ മുമ്പിൽ വീണ്ടും പോയി നിൽക്കാം അല്ലേ? എങ്ങനെ തോന്നലുണ്ട്. അതുപോലെ തന്നെ ചില സ്ഥലങ്ങൾ, ചില മനുഷ്യർ, ചില എന്താ പറയുക, ചില സന്ദർഭങ്ങൾ, ഇതൊക്കെ ജീവിതത്തിൽ ഇങ്ങനെ പല സ്റ്റേജ് ഇങ്ങനെ മാറി വരുമ്പോൾ അവിടേക്ക് ചില സമയങ്ങളിലൊക്കെ നമുക്ക് പാളി പോകാറുണ്ട്. കാരണം മനുഷ്യരാണ്, തെറ്റുകൾ സംഭവിക്കും, അതൊക്കെ വേറെ. പക്ഷേ നമ്മൾ അവഗണിക്കുന്നവരുടെ മുമ്പിൽ പോയിട്ട് വീണ്ടും ബഗ് ചെയ്ത് നിൽക്കല്ലേ എന്നുള്ളത് എൻ്റെ ഒരു അപേക്ഷയാണ്. അത് ഇനി ആരായാലും. കാരണം അവഗണന എന്ന് പറയുന്നത് ആദ്യം കുറച്ച് ദിവസം ഭയങ്കര നമ്മളത് ഒക്കെ ഫേസ് ചെയ്ത് കുറച്ചിരിക്കും. പിന്നെ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് സ്വയമേ ഒരു ആൻസൈറ്റി ഉണ്ടാവും. പിന്നെ ആ ഒരു അവഗണന നമ്മൾ ഫേസ് ചെയ്യും തോറും നമുക്ക് ഡിപ്രഷൻ സ്റ്റേജിലോട്ട് പോകും. സോ നമ്മൾ അനുഭവിക്കുന്ന പെയിൻ അത് അപ്പുറത്ത് നമ്മൾ അവഗണിക്കുന്നവർക്ക് മനസ്സിലാവില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത്. അവർ മനസ്സിലാക്കത്തില്ലടോ. കാരണം എന്ന് വെച്ചാൽ നമ്മളെ കൽബ് കാണാനുള്ള കഴിവ് അവർക്കില്ല. അവർ അള്ളാഹുവിൻ്റെ വേറെ ഒരു സൃഷ്ടി മാത്രമാണ്. സൃഷ്ടിക്ക് അതിൻ്റേതായിട്ടുള്ള ഒരുപാട് ന്യൂനതകളോടുകൂടിയാണ് പടച്ചവൻ സൃഷ്ടിച്ചിട്ടുള്ളത്. അള്ളാൻ്റെ റസൂൽ ഒഴികെ മറ്റുള്ള എല്ലാ സൃഷ്ടികളും ഒരുപാട് ന്യൂനതയോടുകൂടി വന്നവരാണ് ഈ ദുനിയാവിൽ എന്ന് മനസ്സിലാക്കണം. സോ നമ്മൾ അവഗണിക്കുകയാണ്. വീണ്ടും പോയിട്ട് അവർ നമ്മളെ റിജക്റ്റ് ചെയ്യുവാണ്. ആദ്യം പോയി നോക്കി റിജക്റ്റ് ചെയ്തു, രണ്ടാമത് പോയി നോക്കി റിജക്റ്റ് ചെയ്തു, മൂന്നാമത് പോയി നോക്കി റിജക്റ്റ് ചെയ്തു. 3 ചാൻസ് കൊടുക്കുക. അത് അക്സെപ്റ്റൻസ് ആയാലും റിജക്ഷൻ ആയാലും 3 ചാൻസ് കൊടുക്കുക. ഒരാൾ കണ്ടിന്യൂസ്, നമ്മളിപ്പോൾ ഒരാൾ കുറ്റപ്പെടുത്തുവാണെങ്കിൽ